ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ പഴയ ബോട്ടിൽ വെച്ചിട്ട് പൈസയൊന്നും ചിലവാക്കാതെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതിൽ നമ്മൾ എവിടെയൊക്കെ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് അതൊക്കെ മുറിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാർക്കർ ഇട്ടൊന്ന് ജസ്റ്റ് വരയ്ക്കുവാണ്. ഈ വരയിൽ കൂടെയാണ് നമ്മൾ കത്തി വെച്ച് മുറിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇതിലൊരു വരയുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് വരയ്ക്കുന്നില്ല. പിന്നെ മുകൾ ഭാഗത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വരയ്ക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല, ജസ്റ്റ് ഇത് എങ്ങനെ നമുക്ക് എങ്ങനെയാണോ മുറിക്കേണ്ടത് അതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്ത് മിഡിൽ ഭാഗത്ത് ഓൾറെഡി ഒരു വര പോലെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. മുറിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലത്തെ കത്തിയാണ് മുറിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലെ കത്തി വെച്ചൊക്കെ മുറിച്ചാൽ കറക്റ്റായിട്ട് കിട്ടില്ല. ഇതാകുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് മുറിച്ച് തുടങ്ങാം. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിയാൽ മതിയാവും. നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. മുറിക്കുമ്പോൾ വളയരുത്, വളഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകും. വളയാതെ പതിയെ മുറിച്ചെടുത്താൽ മതിയാവും. കുറച്ചൊന്ന് മുറിച്ചാൽ പിന്നെ വേണമെങ്കിൽ കട്ടി കുറഞ്ഞതൊക്കെ ആണെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുറിക്കാൻ പറ്റും. മുറിച്ചതിന് ശേഷം ഷേപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിസേഴ്സ് വെച്ച് സൈഡൊക്കെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതാണ് ഇത്. അതിപ്പം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു 3 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. 3 ലിറ്ററിൻ്റെ പാല് വരുന്ന ബോട്ടിലാണ്. അപ്പം നിങ്ങൾക്ക് വലിപ്പമുള്ള സൈസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിൽ അനുസരിച്ച് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് പഴയ തുണിയാണ്. നമ്മൾ ഏതെങ്കിലും പഴയ നല്ല ഡ്രസ്സിൽ നിന്ന് മുറിച്ചെടുത്ത തുണി എടുത്താൽ മതി. അതായത് പഴയതാണെങ്കിലും കാണാൻ കുറച്ച് ഭംഗിയുള്ളത് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പം എൻ്റെ ഒരു പഴയ ഡ്രസ്സിൻ്റെതാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇവിടോട്ട് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പം ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒട്ടിച്ച് തുടങ്ങാം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വേണം ഒട്ടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം മുകൾ ഭാഗം കറക്റ്റ് വരുന്ന രീതി വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് ഒട്ടിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹോട്ട് ഗ്ലൂ ഗണ്ണിൽ നിന്ന് കുറച്ച് ഹോട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒട്ടിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ സൈഡ് മടക്കി അടിച്ച ഭാഗമാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക, അപ്പോൾ ഒരു വൃത്തിക്ക് ഇരിക്കും. അല്ലെങ്കിൽ നൂലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കണ്ടിട്ട് വൃത്തികേടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഓൾറെഡി അവിടെ സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ മടക്കുന്നില്ല. പിന്നെ ഈ സൈഡിലും കുറച്ച് ഗ്ലൂ തേക്കുക, നന്നായിട്ട് ഒട്ടിക്കുക. ഒട്ടിക്കുന്ന സമയത്ത് തുണി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുളിവുകൾ വീഴാതെ വലിച്ചൊട്ടിക്കണം, എങ്കിലേ അതിനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. നമ്മൾ വലിച്ചൊട്ടിച്ചില്ലെങ്കിൽ അവിടെ എവിടെ ഇങ്ങനെ ചുളിവായിട്ടിരുന്നാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പം ഇങ്ങനെ വലിച്ചൊട്ടിക്കുക. പിന്നെ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള തുണി എടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരിക്കലും പ്ലെയിൻ ആയിട്ട് പിങ്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള എടുക്കുക. ഇങ്ങനെ പ്രിൻ്റുള്ള ഫ്ലോറൽ പ്രിൻ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രിൻ്റ് ഉള്ളത് എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വൃത്തികേടായി പോയാൽ പോലും അതറിയില്ല, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഫുള്ള് ഞാനിങ്ങനെ ചുറ്റി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ലാസ്റ്റ് ഭാഗം മാത്രമേ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ കുറച്ച് എക്സ്ട്രാ തുണി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവസാനത്തെ ഭാഗം കൂടി നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് വലിച്ചങ്ങോട്ട് ഒട്ടിക്കുക. ഈ ഗ്ലൂ തേച്ച ഉടനെ തന്നെ അപ്പം തന്നെ ഒട്ടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഉണങ്ങിപ്പോവും. പെട്ടെന്ന് ഒട്ടിക്കണം. ഇനി നമുക്ക് അടിഭാഗത്ത് ഇപ്പോൾ ഒരുപാട് എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ വേണ്ടാത്ത ഭാഗം ഒന്ന് മുറിച്ച് കളയുക. മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് മുടിയൊക്കെ മുറിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് മുറിക്കുവാണ്. കണ്ടോ, ഇതുപോലെ മുറിക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഈ ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് മടക്കി ഒട്ടിക്കുക. ഈ അടിഭാഗം ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പായിട്ടിരുന്നില്ലെങ്കിൽ നമ്മൾ തറയിൽ വെക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വലിച്ച് വൃത്തിയായിട്ട് വേണം അടിഭാഗം ഒട്ടിക്കേണ്ടത്. അടിഭാഗം ആരും കാണുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒട്ടിച്ച് വെക്കരുത്. ജസ്റ്റ് അടിയിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങാം. ഞാനിപ്പോൾ ഈ ഒരു സൈഡ് ആദ്യം ഗ്ലൂ തേച്ചതിന് ശേഷം ആ ഒരു സൈഡിലേക്ക് വലിച്ച് ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ മറ്റേ സൈഡ്, അങ്ങനെ 2 ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് വൃത്തിയായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഒരു സൈഡും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി മറ്റേ 2 സൈഡ് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ വലിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് ഒരു സൈഡിലേക്ക് ഇതുപോലെ വലിച്ച് ഒട്ടിക്കണം. എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊന്നും കാണാതെ വേണം നമ്മളിത് ഫുള്ള് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ഫുള്ള് ഒട്ടിച്ചെടുത്തതാണ്. ഇപ്പോൾ കറക്റ്റ് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്നും കൂടി ഒന്ന് ഗ്ലൂ തേച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് വെക്കാനാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഈ പ്രിൻ്റുള്ള തുണിയായതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയൊക്കെയാണ് ഒട്ടിച്ചതെന്ന് പെട്ടെന്ന് കാണാനും പറ്റില്ല. ഇത് അടിഭാഗമാണ്, അല്ലെങ്കിലും കാണില്ല.
അപ്പം ഇത്രയും മതിയാവും. നമ്മുടെ ഈ ഒരു അടിഭാഗം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒട്ടിക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഒട്ടിക്കാം. അത് ഒട്ടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ഒരു സൈഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു ചെറിയ പീസ് വേണം ഈ ഒരു പിടിഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഒരു റിബൺ പോലെ നീളത്തിന് മുറിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ആ ഒരു പിടിയിൽ ഒട്ടിച്ച് എടുക്കുന്നത്. അപ്പോൾ ഒരേ ഷേപ്പിന് ഒരു റിബൺ പോലെ വേണം മുറിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലൂ ആദ്യം തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു റിബൺ പോലെയുള്ള ഭാഗമില്ലേ, അതിങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ചുളിവ് വരാതെ ഒട്ടിച്ച് തുടങ്ങണം. അപ്പോൾ അത് ഒട്ടിക്കേണ്ടതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടിഭാഗത്തും കൂടി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കറക്കി വേണം ഇത് ബാക്കി ഒട്ടിക്കാൻ. അതുപോലെ കുറച്ച് ഭാഗം ഒന്നിൻ്റെ പുറത്തേക്ക് മറ്റത് കയറിയിരിക്കുന്ന രീതിയിൽ ഒട്ടിക്കണം. എങ്കിലേ ആ ഒരു വൃത്തി കാണുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ആ ഒരു വൈറ്റ് ഭാഗം കണ്ടാൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് കയറ്റി വേണം ഒട്ടിക്കാൻ. അങ്ങനെ ഇതുപോലെ തന്നെ ചുറ്റി ഫുള്ള് ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് കറക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ തേക്കണം, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുറ്റണം. അങ്ങനെ ഓരോ ചുറ്റിൻ്റെ ഇടയിലും കുറച്ച് ഗ്ലൂ തേച്ച് ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗമാണ്, എക്സ്ട്രാ ഉള്ളത് ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ട് വലിച്ചിട്ട് അങ്ങ് ഒട്ടിച്ചങ്ങ് വെച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് ഡെക്കറേഷൻ പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമുക്കിതാ നോക്കാം. കണ്ടോ, കുഞ്ഞൊരു ബോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബോ ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു ബോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. കുഞ്ഞു ബോ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഞാനിവിടെ മുകളിലാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ ഒട്ടിക്കാം. ഞാൻ ആ പിടിയുടെ ഭാഗത്താണ് ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ടിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിന് ഒട്ടിക്കാം. പിന്നെ ഉൾഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ക്ലോത്ത് വെച്ചിട്ടില്ല. ഉൾഭാഗത്ത് ഓൾറെഡി ആ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല വൈറ്റ് കളർ ഉള്ളത് കൊണ്ടാണ് ക്ലോത്ത് വയ്ക്കാത്തത്. അധികം വൃത്തിയില്ലാത്ത ഭംഗിയില്ലാത്തതൊക്കെ ഒരു ക്യാനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അകത്ത് വേണമെങ്കിൽ ഒട്ടിക്കാം. ഇതിപ്പോൾ നല്ലൊരു വൃത്തിയുള്ളതായതുകൊണ്ട് അകത്ത് ഞാൻ ഒട്ടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കുഞ്ഞൊരു കൂട, നമ്മുടെ പൂക്കൂടയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് പല യൂസുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ കുട്ടികളുടെ പെൻസിൽ, അങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ് ഇട്ട് വയ്ക്കാം. അല്ലെ പെൺകുട്ടികളുടെ ആണെങ്കിൽ അവരുടെ മേക്കപ്പ് ഐറ്റംസ് ഇട്ട് വയ്ക്കാം. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഇതുപോലെ ടേബിളിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഫ്രൂട്ട്സ് ഇട്ടതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കും. വെള്ളം വീണാൽ പോലും ഇല്ലാതായി പോകത്തില്ല. തുണിയായതുകൊണ്ട് ജസ്റ്റ് ഉണങ്ങുമ്പോൾ വീണ്ടും ശരിയായിക്കോളും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.